الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ലോക മുസ്ലിമീങ്ങൾ പ്രതീക്ഷയോടെ അതീവ താല്പര്യത്തോടെ നെഞ്ചേറ്റിയ കാത്തിരുന്ന ഹജ്ജിന്റെ ദിനങ്ങൾ അടുത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. നാം മാസപ്പിറവി കണ്ടതിനനുസരിച്ച് ഇന്ന് നമുക്ക് ദുൽഹജ്ജ് 2. ഹജ്ജ് കർമ്മം നടക്കുന്ന പ്രദേശത്ത് ഇന്ന് ദുൽഹജ്ജ് 3, ഒരു ദിവസം മുന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ അടുത്ത ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസി ലക്ഷങ്ങൾ അവരുടെ പ്രതിനിധികൾ കഅബയുടെ പരിസരങ്ങളിൽ അവരവരുടെ താമസ സ്ഥലങ്ങളിൽ ഇപ്പോഴുണ്ട്. ഇനിയും എത്തിച്ചേരേണ്ട ചില പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരേണ്ടവരുണ്ട്. അവർ ഇന്നത്തോടുകൂടി അവരും എത്തിച്ചേരും. അതോടുകൂടി പൂർണ്ണമാകും. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 8 യൗമുത് തർവിയ, ദുൽഹജ്ജ് 9 വ്യാഴാഴ്ച യൗമു അറഫ.
ദുൽഹജ്ജ് 10 യൗമുൻ നഹർ വെള്ളിയാഴ്ച. ഞാൻ ഹജ്ജ് നടക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കണ്ട. ശനി ഞായർ തിങ്കൾ അയ്യാമു തശ്രീഖ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആയിരിക്കും ഹജ്ജിന് പോയവർ ഹജ്ജ് നിർവഹിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏറെ പ്രതീക്ഷയോടെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ പൂർത്തീകരിച്ച് നവജാത ശിശുക്കളെ പോലെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്താൻ റഹ്മാനായ റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ശ്രേഷ്ഠത ഏറെ വിശദീകരിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ആരായുമ്പോഴും കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും വല്ലാത്ത ശ്രേഷ്ഠതയാണ് ഈ ദിവസങ്ങൾക്ക് എന്ന് കാണാൻ കഴിയും. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ചൊരു വീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ വീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആ എത്താൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ വെച്ച് അവരുടെ വീടുകളിൽ വെച്ച് അവര് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ് ഈ ശ്രേഷ്ഠത എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് 34ഓളം സവിശേഷതകൾ എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ ഈ ആദ്യത്തെ 10-ലാണ്. ദുൽഹജ്ജ് 8ഉം 9ഉം 10ഉം. പിന്നെ 10-ന് ശേഷമുള്ള യൗമുൻ നഹറിന് ശേഷമുള്ള ദിവസത്തെ സംബന്ധിച്ചിടത്തോളം യൗമുൽ ഖർർ അതും ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട ദിവസങ്ങളും അതിന്റെ കർമ്മങ്ങളും അതിന്റെ മണിക്കൂറുകളും ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ ശ്രേഷ്ഠത സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ എത്താത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ ഓഫർ ചെയ്ത ദിവസങ്ങളാണ് ഇത്. അതിൽ വെള്ളിയാഴ്ച ദിവസമാണ് നാം ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്തി, ദുൽഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വരുന്ന വെള്ളിയാഴ്ച 2 കാരണങ്ങളാൽ ഏറെ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന്. ആ ഡബിൾ ശ്രേഷ്ഠതയോടുകൂടിയാണ് ഇപ്പോൾ ഈ പള്ളിയിൽ ഇരിക്കുന്ന നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇനി ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളിയാഴ്ചകൾ മറ്റു വെള്ളിയാഴ്ചകളെ അപേക്ഷിച്ച് ശ്രേഷ്ഠതയുള്ളതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. സാധാരണയായി നമ്മൾ വെള്ളിയാഴ്ച ജുമഅക്ക് വന്നിരിക്കുന്നത് പോലുള്ള ഒരു ഇരുത്തം ദയവ് ചെയ്ത് ഇന്നത്തെ ഈ ഇരുത്തത്തിലാകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. മഴയുണ്ട്, AC ഉണ്ട്, നന്നായി ഉറങ്ങാൻ കഴിയും. ആ ഉറക്കം നമ്മളുടെ ഈ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ള ആമുഖത്തോടു കൂടി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓതി വെച്ച 2 വചനങ്ങൾ സൂറത്തു ഹജ്ജിലെ 27, 28 വചനങ്ങളാണ്. അതിൽ ആദ്യത്തെ വചനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ജനങ്ങൾ ഹജ്ജിന് വരാൻ വേണ്ടി വിളംബരം ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ആ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് എത്തിച്ചേരാൻ ജനങ്ങൾക്കിടയിൽ അങ്ങ് വിളംബരം ചെയ്യുക. എന്നാൽ എന്താ സംഭവം? യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവരവിടെ വരും. എങ്ങനെയാ വരിക? കാൽനടക്കാരായി വരാം. പിന്നെയോ വളരെ വിദൂരമായ
ദുർഘടം പിടിച്ച സ്ഥലങ്ങളിൽ നിന്ന് മെലിഞ്ഞൊട്ടയ ഒട്ടകപ്പുറത്ത് പോലും അവരവിടെ എത്തും. നീ വിളിച്ചു പറയുക എന്ന് ഇബ്രാഹിം നബിയോടുള്ള നിർദ്ദേശം. ആ വരവാണ് പരിശുദ്ധ കഅബയുടെ പരിസരങ്ങളിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളവർ എന്ന് നാം മനസ്സിലാക്കുക. എന്തിനാണ് അവർ അവിടെ വരുന്നത്? ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ സാക്ഷികളാകാൻ വേണ്ടി, അല്ലെങ്കിൽ സന്നിഹിതരാകാൻ വേണ്ടി. ഹജ്ജിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ഹജ്ജിന് മനാഫിഅ ഉണ്ട്, ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ പ്രയോജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഒന്നതാണ്. രണ്ട്, വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നാം നൽകിയവയെ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നിശ്ചിതമായ ദിവസങ്ങളിൽ അതിനെ ബലി അറുക്കാൻ വേണ്ടിയും അവർ അവിടെ എത്തിച്ചേരുന്നു. അപ്പം ഹദിയ് പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. എന്നിട്ട് പറഞ്ഞു, ആ ബലിമൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വഅത്ഇമൂ, നിങ്ങൾ ഭക്ഷിപ്പിക്കണം, ഭക്ഷിക്കാൻ കൊടുക്കണം. ആർക്ക്? അൽ ബാഇസൽ ഫഖീർ, ദരിദ്രനായ പരവശരായ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും വേണം. ഇതാണ് ആ രണ്ട് വചനങ്ങളുടെ സാരം. ഇതിൽ ഹജ്ജിന്റെ മനാഫിനെ കുറിച്ച് ചില കാര്യങ്ങൾ, ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് അത് നൽകുന്ന വലിയ ഒരു ആനന്ദമുണ്ട്. എന്താണ് ആനന്ദം? മാറി താമസിച്ച മക്കളെല്ലാം തറവാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം. വിവിധ നിറങ്ങളും വിവിധ വേഷങ്ങളും വിവിധ സംസ്കാരങ്ങളും വിവിധ ഭാഷകളും വിവിധ ശാരീരികമായ ആകാരവും ഒക്കെ ഉള്ള ആളുകൾ എല്ലാം ഒരുമിച്ച് അവരെത്തിച്ചേരുകയാണ്. എവിടത്തേക്ക്? കഅബയുടെ തണലിലേക്ക്, ഹറമിന്റെ ചിറകിലേക്ക്, അറഫയുടെ മണ്ണിലേക്ക്, മുസ്ദലിഫയുടെയും മിനയുടെയും കുന്നിൻ ചെരുവിലേക്ക്. അവരുടെ വേഷം ഒന്നാണ്, ഒരേ ഒരു വേഷം. അവരുടെ വികാരം ഒന്നാണ്, ഒരേ ഒരു വികാരം. അവരുടെ ചിന്ത ഒന്നാണ്, ഒരേ ഒരു ചിന്ത. അവരുടെ ശബ്ദം ഒന്നാണ്, ഒരേ ഒരു ശബ്ദം. അവരുടെ ആരാധനകളെല്ലാം ഒന്നാണ്, ഒരേപോലെയാണ്. അവരുടെ ഹൃദയം നിറഞ്ഞ് പ്രതീക്ഷകളാണ്. പാപമോചനത്തിനായി ഉരുകിക്കൊണ്ട് തേടിക്കൊണ്ട് കണ്ണീരിൽ ചാലിച്ച പ്രാർത്ഥനകളുമായിട്ടാണ് അവർ അവിടെ കഴിച്ചുകൂട്ടുക എന്ന് നാം ഓർക്കുക. ഇങ്ങനെ ഒരു രംഗം ഈ ഹജ്ജിനല്ലാതെ ലോകത്ത് എവിടെയാണ് പ്രിയമുള്ളവരെ ദർശിക്കാൻ കഴിയുക? എവിടെയും ദർശിക്കാൻ കഴിയില്ല, എവിടെയും നമുക്ക് കേൾക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള വലിയ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് നാം പറയുമ്പോൾ, അതോടൊപ്പം തന്നെ അത് സമ്പൂർണ്ണ അനുസരണത്തിന്റെ, പൂർണമായ സമർപ്പണത്തിന്റെ നിദർശനമാണ് ഹജ്ജ്. ബുദ്ധിക്കോ യുക്തിക്കോ യാതൊരു സ്ഥാനവുമില്ലാത്ത സമർപ്പണം, അതാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും. തന്നിഷ്ടങ്ങൾക്ക്, എന്റെ ചിന്തകൾക്ക്, എന്റെ ആലോചനകൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. അവിടെ അള്ളാഹുവിന്റെ ആജ്ഞകൾ പൂർണ്ണമായും ശിരസാവഹിക്കാനുള്ള കഠിന പരിശീലനമാണ് നടത്തിക്കൊണ്ടിരിക്കുക. മക്കയിലുണ്ടാകും, മിനയിലുണ്ടാകും, കഅബയുടെ ചുറ്റുമുണ്ടാകും, സഫയുടെയും മർവയുടെയും ഇടയിലുണ്ടാകും, മിനയിലുണ്ടാകും, മുസ്ദലിഫയിലുണ്ടാകും. ഇങ്ങനെ അവർ കഴിച്ചു കൂട്ടുകയാണ്. സമയബന്ധിതമാണ് ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും. തോന്നുമ്പോ ചെയ്യാൻ കഴിയില്ല, സമയബന്ധിതമാണ്. ഒരിക്കൽ താമസം, മറ്റു ചിലപ്പോൾ പലായനം, വേറെ ചിലപ്പോൾ തമ്പുകൾ കെട്ടി അവിടെ താമസിക്കൽ, മറ്റു ചിലപ്പോൾ ഒന്നുമില്ലാത്ത മുകളിൽ മാത്രം ആകാശം മേൽക്കൂരയാക്കിക്കൊണ്ട് മലർന്നു കിടക്കുന്ന കിടപ്പ് മിനയിൽ. അത് കഴിഞ്ഞ് അറഫയുടെ മണ്ണിൽ എല്ലാവരും ഒരേപോലെ ഒരേ സമയം സമ്മേളിക്കുന്നു. മിനയിൽ എത്തി അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എന്നാ അവിടെ കഴിഞ്ഞുകൂടാമെന്ന് വിചാരിച്ചാൽ രക്ഷയില്ല, പൊയ്ക്കോണം അറഫയിലേക്ക്. അറഫ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് നിൽക്കാൻ കഴിയില്ല.
സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി പുറപ്പെട്ടോളണം മുസ്ദലിഫയിലേക്ക്. അവിടെ എത്തി ഇതുവരെയുള്ള കർമ്മങ്ങളുടെ ക്ഷീണം നിമിത്തം സുഖമായി കിടന്നുറങ്ങാം. അവിടെ ടെന്റുകളില്ല, കെട്ടിടങ്ങളില്ല, യാതൊന്നുമില്ല. ഞാനും നിങ്ങളും സ്വസ്ഥമായി കിടക്കേണ്ട 6 അടി മണ്ണിനെ ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള ഒരു കിടപ്പ്. ആ കിടപ്പങ്ങനെ നിർദ്ദേശിച്ച സമയം വരെ കഴിച്ചുകൂട്ടി. എന്നാൽ എന്റെ ക്ഷീണം തീർന്നിട്ടില്ല. നേരം വെളുത്ത് കുറച്ചു നേരം കൂടി എനിക്കിവിടെ കിടക്കാം, ഞാനൊന്ന് ക്ഷീണം തീർക്കട്ടെ. രക്ഷയില്ല. സൂര്യോദയത്തോടുകൂടി പൊയ്ക്കോണം മിനയിലേക്ക്. മിനയിൽ ചെന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകണം നേരെ മക്കയിലേക്ക്. കഅബയുടെ പരിസരത്തിൽ ചെന്ന് തവാഫ് ചെയ്യാൻ, സഅയ് നടത്തണം. എന്നിങ്ങനെയുള്ള കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു മിനയിലെത്തണം. ഇങ്ങനെയുള്ള സമയബന്ധിതമായ നിശ്ചിതമായ കർമ്മങ്ങൾ എത്ര പ്രാക്ടീസാണ്, പരിശീലനമാണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് നാം ആലോചിച്ചു നോക്കുക. ഇങ്ങനെയുള്ള സമ്പൂർണമായ അനുസരണവും സമർപ്പണവും അതിന്റെ മഹിതമായ മാതൃക ഉൾക്കൊള്ളുന്നു ഒരു പ്രവാചക കുടുംബത്തിൽ നിന്ന്. ആ പ്രവാചകന്റെ പേരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ കുടുംബത്തിലെ മറ്റൊരംഗമാണ് ഹാജർ, വേറൊരംഗമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 3 ആളുകളുടെയും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും അനുസരണത്തിന്റെയും ആ മാതൃക ഓരോ വിശ്വാസിയും നെഞ്ചേറ്റുകയാണ് സത്യത്തിൽ ഹജ്ജിലൂടെ ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുക. وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِلَّا مَنْ سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَالْآخِرَةِ وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ إِذْ قَالَ لَهُ رَبُّهُ أَسْلِمْ قَالَ أَسْلَمْتُ لِرَبِّ الْعَالَمِينَ. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മാതൃകാ പുരുഷൻ. ആരാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത് പോരാ എന്ന് ആഗ്രഹിക്കുന്നത്? അവൻ വിഡ്ഢിയാണ്. വമൻ യർഹബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ, വിഡ്ഢിയാണവൻ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഇബ്രാഹിമിനെ ഈ ലോകത്ത് എല്ലാവർക്കും മാതൃകയായി ശ്രേഷ്ഠ പുരുഷനായി പ്രവാചകനായി നാം തെരഞ്ഞെടുത്തു. അദ്ദേഹം പരലോകത്ത് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. എന്തേ കാരണം അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണം? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, തന്റെ റബ്ബ് തന്നോട് പറഞ്ഞ സന്ദർഭം, നീ മുസ്ലിം ആവുക, നീ സമർപ്പിക്കുക, നീ അർപ്പിക്കുക എന്ന റബ്ബിന്റെ നിർദ്ദേശം വന്നപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ സർവലോക രക്ഷിതാവിന് വേണ്ടി എന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാക്കിലൂടെയല്ല, പ്രായോഗിക ജീവിതത്തിലൂടെ. ആ സമർപ്പണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കറിയാം. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട സന്ദർഭം, സ്വന്തം മകനെയും അതുപോലെ തന്നെ ആ മകന് ജന്മം നൽകിയ ഇണയെയും ആരോരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കാണിക്കാതെ കൊണ്ടുപോയിട്ടത്. ആ മകൻ തന്നോടൊപ്പം കൈപിടിച്ച് വളരുന്ന സന്ദർഭം എത്തിയപ്പോൾ, ബലിയറുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ കൈപിടിച്ചു കൊണ്ടുപോയി ബലിയറുക്കാൻ തയ്യാറായ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നെഞ്ചേറ്റുകയാണ്. സത്യത്തിൽ ആ മാതൃക പുൽകാൻ പ്രതിജ്ഞയെടുക്കുകയാണ് ഹജ്ജിലെ ഈ പറഞ്ഞ ഓരോ കർമ്മങ്ങളിലൂടെ. അവിടെ ഒന്നും നമ്മളുടെ ചിന്തകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഇനി രണ്ടാമത്തേത് ആരാണ്? ഹാജറ. ഹാജർ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വാർദ്ധക്യമെത്തിയപ്പോൾ തന്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു കനിഞ്ഞു നൽകിയ പൊന്നോമന പുത്രനായ ഇസ്മായിലിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്ത തരുണീമണി, അതാണ് ഹാജർ. ആ ഹാജറിനുമുണ്ട് സമർപ്പണത്തിൻ്റെതായ ബോധം. നമ്മുടെ ഹാജർമാർ മനസ്സിലാക്കേണ്ട ബോധം. ഈ കുഞ്ഞിനെ കയ്യിലേന്തി പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് പടച്ചവന്റെ കൽപ്പന വരുന്നത്, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുക. ഒരു മടിയും പിതാവ് കാണിച്ചില്ല. റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ
എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടു. നാഥ, ദാ എന്റെ ദുര്യത്തിന് കൃഷിയില്ല, ആരോരുമില്ലാത്ത ഈ സ്ഥലത്ത് നിന്റെ കൽപ്പന പ്രകാരം ഞാനിതാ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. അവരിലേക്ക് മനുഷ്യ ഹൃദയങ്ങളെ നീ ഇണക്കേണമേ, അവർ നമസ്കാരം നിലനിർത്തണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഏതൊരു ഭാര്യയാണ് പ്രിയമുള്ളവരെ ചോദിക്കാതിരിക്കുക, ഈ കുഞ്ഞിനെയും എന്നെയും ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോവുക എന്ന് ചോദിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല. ആ ചോദ്യം ചോദിച്ചു ഹാജർ. പക്ഷേ ഇബ്രാഹിമിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. തിരിഞ്ഞു നോക്കാതെ നടക്കുന്നു. ആ നടപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് പടച്ചവന്റെ കൽപ്പനയാണ് എന്ന്. കാരണം കൂടെ ജീവിക്കുന്നവർക്കല്ലേ ചൂരറിയുകയുള്ളൂ. കൃത്യമായി മനസ്സിലായി ഇത് പടച്ചവന്റെ കൽപ്പനയായിരിക്കും. ചോദിച്ചു, റബ്ബിന്റെ കൽപ്പനയാണോ ഇത്? ഇബ്രാഹിം നബി ഒന്ന് തലയാട്ടി മനസ്സിലാക്കി. ആ സന്ദർഭത്തിൽ ഹാജർ പറഞ്ഞു, പൊയ്ക്കോ, അള്ളാഹു ഞങ്ങളെ കൈവെടിയില്ല, അള്ളാഹു ഞങ്ങളെ കൈവെടിയില്ല. ഈ ബോധം വേണമെങ്കിൽ, ഇതുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനോട് എത്രമാത്രം മനസ്സടുത്തിട്ടുണ്ടാകണമെന്ന് ആലോചിച്ചു നോക്കുക. നാം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന രംഗങ്ങൾ വരുമ്പോൾ നാം എവിടെയാണ് എന്നുള്ളത് ഇതോടൊപ്പം ഒന്ന് ചേർത്ത് വായിക്കണം എന്നും കൂടി പ്രിയമുള്ളവർ ഉണർത്തുകയാണ്. അതാണ് ഹാജറിന്റെ സമർപ്പണം. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാലനാണ്, കുഞ്ഞാണ്. ചില ചരിത്രകാരന്മാർ 10 വയസ്സെന്നും ചിലർ 13 വയസ്സെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തോ ആകട്ടെ, 10ഓ 13ഓ വയസ്സുള്ള ഒരു ബാലൻ പിതാവിനൊപ്പം ഓടി നടന്ന് സന്തോഷിച്ച് ജീവിക്കുന്ന സന്ദർഭം വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ആ കുഞ്ഞിനെ ബലിയറുക്കാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഒട്ടും മടിച്ചില്ല. മോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു, എന്താ അഭിപ്രായം? മകന്റെ മറുപടി, യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ചെയ്തോ, എന്താണോ കൽപ്പിച്ചത് എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം. എന്തൊരു സമർപ്പണം! 10 വയസ്സുകാരൻ. ആ കുടുംബം, ഈ കുടുംബത്തെ സ്മരിക്കാതെ, ഇവരുടെ ത്യാഗത്തെ ഓർക്കാതെ ഈ ഒരു ദിവസം മുന്നോട്ട് തള്ളി നീക്കാൻ നമുക്ക് കഴിയില്ല. ഹജ്ജിന് പോകുന്നവർക്ക് ഹജ്ജ് ചെയ്യാൻ പോലും കഴിയില്ല. അത്ര ബന്ധമുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുമായി. ഇങ്ങനെയുള്ള ഈ ഹജ്ജിന് ആത്മീയവും ഭൗതികവുമായ ധാരാളം പ്രയോജനങ്ങളുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാകാൻ വേണ്ടി. ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായത് തന്നെയാണ്. അതെന്താണ്? പാപമോചനം ലഭിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് ഈ പെടാപ്പാടുപെടുന്നത്, ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ സഹിക്കുന്നത്, ഉറക്കമൊഴിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വിജനമായ സ്ഥലത്ത് പോയി കിടക്കുന്നത്, എറിയുന്നത് എന്ന് വേണ്ട എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അങ്ങേയറ്റത്തെ ഇഖ്ലാസോടെ, അടങ്ങാത്ത താല്പര്യത്തോടെ, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് അത് ചെയ്താൽ അതിന്റെ പ്രതിഫലം, അതിന്റെ ഓഫർ എന്താണെന്നറിയാം. തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ടു വരും, നവജാത ശിശുവിനെ പോലെ. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന സന്തോഷ വാർത്ത. അത് തന്നെയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത് മാത്രമല്ല, ബാഹ്യമായി പലതും ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വംശത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ചിന്തകൾക്കതീതമായി മനുഷ്യൻ ഒരേ റബ്ബിന്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിറം എന്തായാലും, തൊഴിലെന്തായാലും, പദവി എന്തായാലും, ഏത് രൂപത്തിലുള്ളതായാലും ശരി, എല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധം ആ മനുഷ്യരിലേക്ക് ഉണ്ടാക്കി തീർക്കുന്നു പരിശുദ്ധ ഹജ്ജ് കർമ്മം. നോക്കുക നിങ്ങൾ, വെളുവെളുത്ത നല്ല സുന്ദരനായ മനുഷ്യനും കറുകറുത്ത കാപ്പിരിയായ ആഫ്രിക്കക്കാരനും ഒരേ വേഷം, ഒരേ ശബ്ദം. എന്താ ശബ്ദം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് ശബ്ദം, ഒറ്റ ശബ്ദം, ഒരേ വികാരം. എന്താണ്? പാപങ്ങൾ പുറത്തു കിട്ടണം, വേറെ ഒരു ചിന്തയും അവർക്കില്ല. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണം. ഇങ്ങനെ വേഷമോ, വെള്ളയും തൂവെള്ളക്കടല്, അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക.
ആ നിലയിൽ ആ രൂപത്തിൽ മനുഷ്യർ ഒന്നാണ്. അവൻ ഏത് തലത്തിലായാലും ശരി, ഏത് രൂപത്തിൽ ജീവിക്കുന്നവനായിരുന്നാലും ശരി, അവൻ മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും ഭരണീയനാണെങ്കിലും ആരാണെങ്കിലും ശരി, എല്ലാവരും ഒരേ വേഷം. രാജാവായതുകൊണ്ട് ഒരു മുന്തിയ വേഷം, ഒരു പാന്റും കോട്ടും ടൈയും ഇല്ല. ഒരു രാജാവാണെങ്കിൽ ഒന്നുടുക്കാൻ ഒന്ന് പുതയ്ക്കാൻ. ഒരങ്ങേയറ്റത്തെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരനാണ് പോകുന്നതെങ്കിൽ അവന്റെ വേഷവും ഒന്ന് തന്നെ. അവനായതുകൊണ്ട് കുറഞ്ഞതായിക്കൊള്ളട്ടെ എന്നില്ല. ഈ ഒരു ഏകത്വം, ഈ ഒരു മാനവികത എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ദർശിക്കാൻ കഴിയുക? ഈ ഹജ്ജിലല്ലാതെ എവിടെയും ദർശിക്കാൻ കഴിയില്ല. ഒന്നത്. അതുപോലെ തന്നെ ഉമ്മത്തുൻ മുസ്ലിമയുടെ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഏകത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഒരുമയുടെ ഏറ്റവും വലിയ സന്ദേശമാണ് ഹജ്ജ് നൽകുന്നത്. പാകിസ്ഥാനിയും ഇന്ത്യക്കാരനും ബംഗാളിയും അതുപോലെ തന്നെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുവോ അവരെല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയിൽ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരും, ഒരു ഖിബ്ലയെ, ഒരു കഅബയെ ഖിബ്ലയാക്കിയവരും, ഒരു ഗ്രന്ഥത്തെ അംഗീകരിക്കുന്നവരും, ഒരു പ്രവാചകനെ ഉൾക്കൊള്ളുന്നവരും ഒക്കെയായി ഇങ്ങനെ വരുമ്പോൾ അവരുടെ വഹദത്ത്, അവരുടെ ഐക്യം ഒരു വല്ലാത്ത കാഴ്ചയാണത്. ഇതും അവിടെയല്ല നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഉച്ചനീചത്വങ്ങളില്ല. ഹജ്ജിന്റെ വേളയിൽ ഉച്ചനീചത്വങ്ങളില്ല. നിങ്ങൾ നോക്കുക, ഉദാഹരണത്തിന് ഒരു രംഗം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മളൊക്കെ സഫയുടെയും മർവയുടെയും ഇടയിൽ സഈ ചെയ്യുന്നു. ഹജ്ജിന് പോകുന്നവർ സഈ ചെയ്യുന്നു, ഉംറയ്ക്ക് പോകുന്നവർ സഈ ചെയ്യുന്നു. ഈ സഈ ചെയ്യുമ്പോൾ സഫയുടെയും മർവയുടെയും ഇടയിൽ ഒരു നിശ്ചിത അകലം, ഒരു പച്ച ലൈറ്റ് തെളിച്ചത് മുതൽ അടുത്ത പച്ച ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലം വരെ ഓടണം. ആര്? പുരുഷന്മാർ ഓടണം. ആരായിരുന്നു മുമ്പ് ഓടിയിരുന്നത്? ഹാജർ റളിയല്ലാഹു അൻഹു. ഹാജർ ആരായിരുന്നു? കറുത്ത കാപ്പിരിയായ, കറുത്ത വർഗക്കാരി, അടിമ സ്ത്രീ. ഓർക്കൂ നിങ്ങൾ, ഹാജർ അടിമയായിരുന്നു, കറുത്ത കാപ്പിരിയായിരുന്നു, മറ്റൊരാളുടെ അടിമത്വത്തിൽ ജീവിച്ചിരുന്നവളായിരുന്നു. ആ ഹാജർ ഈ ഇസ്മായിലിന് വേണ്ടി വെള്ളം അന്വേഷിച്ച് ഓടിയ ഓട്ടം, ആ ട്രാക്കിലൂടെ ഇന്ന് ആരൊക്കെയാണ് ഓടുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, സമ്പന്നൻ, മഹാരാജാവ് അവിടെ വന്നാൽ ഹാജറ ഓടിയ ആ ട്രാക്കിലൂടെയാണ് ഓടേണ്ടത്. അവിടെ ഉത്തമനെന്നും അധമനെന്നുമില്ല, ഉച്ചനീചത്വങ്ങൾക്ക് സ്ഥാനമില്ല, കറുപ്പും വെളുപ്പുമില്ല, തൊഴിലാളിയും മുതലാളിയുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരേ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുക. ഓടുന്നത് പുരുഷന്മാരും. വളരെ ചിന്തിക്കേണ്ടതാണ്. ഉച്ചനീചത്വങ്ങളില്ല ഇസ്ലാമിൽ, ഒരിക്കലുമില്ല. എന്തിനേറെ അത് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാലഘട്ടം. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുത്തന് പാട്ടുപാടാൻ പോലും അനുവാദമില്ലാത്ത സവർണതയുടെ, സങ്കുചിതത്വത്തിന്റെ നാടുകൾ ഇവിടെ നാം ചിന്തിക്കണം, ഓർക്കണം. കറുത്ത കാപ്പിരിയായ ബിലാലിന് സ്വന്തം തോള് കാണിച്ചു കൊടുത്തുകൊണ്ട് കഅബയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്ന ബാങ്ക് കൊടുക്കാൻ സ്വന്തം തോള് കാണിച്ചു കൊടുത്ത പ്രവാചകൻ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച പൈസ കൊടുത്ത് മോചിപ്പിച്ച് റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ആദ്യമായി ഒരു മനുഷ്യനെ ആലിംഗനം ചെയ്യുകയാണ്. ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. ആരെ? ഖുറൈശി പ്രമുഖനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇതെവിടെ കാണാൻ കഴിയും? ഇതാണ് ഇസ്ലാമിന്റെ ഉച്ചനീചത്വമില്ലാത്ത മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ സന്ദേശം. ഈ സന്ദേശമാണ് ഹജ്ജിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുക, ഓർക്കുക. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നാം കഅബ തവാഫ് ചെയ്യുന്നു. കഅബയെ ഒരു നാട്ടിയാക്കിക്കൊണ്ട് നാം ഇങ്ങനെ ചുറ്റുകയാണ്. പക്ഷേ അവിടെ നാം ആരാധിക്കുന്നത് ആരെയാണ്? അതിലൂടെ അല്ലാഹുവിനെ. ആരാണവൻ? സൂറത്ത് ഖുറൈശിൽ പറഞ്ഞതുപോലെ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ നാഥനെ അവർ ആരാധിക്കണം. ഖുറൈശികളോട് പറഞ്ഞതാണ്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കണം. ആരാണവൻ? അല്ലദീ അത്അമഹും മിൻ ജൂഅ്, വിശപ്പ് ഇല്ലാതാക്കി ഭക്ഷണം നൽകിയവൻ. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയവൻ. ആ റബ്ബാണ്.
ആ റബ്ബിന്റെ ആളുകൾ എന്നുള്ള നിലയിൽ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കാൻ തയ്യാറാകണം. ആ റബ്ബിന്റെ നിർഭയത്വം നൽകിയ ആ ഭവനത്തിന്റെ റബ്ബിന്റെ ആളുകൾ എന്നുള്ള നിലയിൽ സ്വന്തം സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നത് പോലെ മുഴുവൻ ആളുകൾക്കും ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്ന് വിളിച്ചറിയിക്കുന്നു. ആ കഅബ തവാഫ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ വേഷത്തിൽ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് അള്ളാഹുവിനോടുള്ള ബാധ്യത, സ്വന്തത്തോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത, ലോകത്തോടുള്ള ബാധ്യത, ഇതെല്ലാം നിറവേറ്റുക എന്നുള്ള വലിയ ഉപകാരപ്രദമായ മറ്റെവിടെയും ദർശിക്കാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ്. അതാണ് ഖുർആൻ പറഞ്ഞത് ലിയശ്ഹദൂ മനാഫിഅ ലഹും. അവർക്ക് ഉപകാരപ്രദമായ പിന്നെ കച്ചവടം നടക്കുന്നുണ്ട് അവിടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര് പലരും അവരുടെ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നുണ്ട്. അതിനൊന്നും എതിരില്ല, എതിര് പറഞ്ഞിട്ടുമില്ല വിശുദ്ധ ഖുർആൻ. വബ്തഗൂ മിൻ ഫദ്ലില്ല, അള്ളാഹുവിന്റെ ഫദ്ല് നിങ്ങൾ തേടിക്കോ എന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പറയുന്നതിന്റെ ഇടയിലും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഭൗതികവും ആത്മീയവുമായ ഒരുപാട് സന്ദേശം നൽകുന്ന കർമ്മമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. അതിന് പോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് പോകാത്തവരുടെ ബാധ്യത. ഇത്രയും വലിയ ശ്രേഷ്ഠമായ ആ ഹജ്ജിന്റെ നാളുകളിൽ അവിടെ കർമ്മങ്ങൾ നടക്കുമ്പോൾ ആ ഹജ്ജ് കർമ്മങ്ങൾക്ക് നമുക്കും ആരാധനാ കർമ്മങ്ങളിലൂടെ, പുണ്യകർമ്മങ്ങളിലൂടെ, തസ്ബീഹിലൂടെ, തഹ്ലീലിലൂടെ, തക്ബീറിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ഉളുഹിയ്യത്തിലൂടെ, മറ്റ് സൽക്കർമ്മങ്ങളിലൂടെ, നിർബന്ധ നമസ്കാരങ്ങൾ നിറവേറ്റുന്നതിലൂടെ, ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ, നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ഒക്കെ തത്തുല്യമായ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട ദിനങ്ങൾ പ്രിയമുള്ളവരെ നഷ്ടപ്പെടുത്താതെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് സ്വായത്തമാക്കാൻ ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു എന്നെയും നിങ്ങളെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഉണർത്തുന്നു. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ അതിപ്രധാനമായ കർമ്മമാണ് അറഫ. അൽ ഹജ്ജു അൽ അറഫ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന്. ഈ അറഫ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 കാര്യങ്ങളാണ്. അതിലൊന്ന് അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാക്കിയ ദിവസം. എന്താണ് അതിന്റെ ശ്രേഷ്ഠത? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഭാഗങ്ങളിൽ വന്നുപോയ പ്രവാചകന്മാരിലൂടെ ലോകത്തിന് അള്ളാഹു നൽകിയ പരിപാവനമായ സന്ദേശമായ ഇസ്ലാമിന്റെ പൂർത്തീകരണമുണ്ടായ ദിവസം. അതാണ്, അന്നാണ് اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന വചനം അവതരിച്ചത്. ഈ ദീൻ ഞാൻ പൂർത്തിയാക്കി, എന്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച ദിവസം. അതാണ് അറഫയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇതുകൊണ്ടാണ് ഒരു ജൂതനായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത് എന്ന് ചോദിച്ചപ്പോൾ ആ ജൂതൻ ഈ ആയത്തോത് കേൾപ്പിച്ചു എന്നാണ്. ഇത് കേട്ട ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്കറിയാം ആ ദിവസം
ആ സ്ഥലം എവിടെയാണ് അവതരിച്ചതെന്നറിയാം, എപ്പോഴാണ് അവതരിച്ചതെന്നറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈദ് അവതരിച്ചത്. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ് അവതരിച്ചത്. അതുകൊണ്ട് അറഫയും വെള്ളിയാഴ്ച ദിവസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷ ദിവസമാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകിയതായി കാണാം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അത് ആരാണോ ആ അറഫയിൽ നിൽക്കുന്നത് അവരുടെ ആഘോഷ ദിവസമാണ്. ഒരുപാട് വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറഞ്ഞു പോവുകയാണ്. പ്രവാചകൻ പറഞ്ഞു, യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമുത് തശ്രീഖ്. അറഫ ദിവസവും യൗമുൻ നഹർ അറഫിന്റെ ദിവസമായ ദുൽഹജ്ജ് 10ഉം അയ്യാമുത് തശ്രീഖ് 11, 12 ദിവസങ്ങളും ഈദുന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളായ നമ്മളുടെ ആഘോഷ ദിവസമാണ്. വഹിയ അയ്യാമു അഖിലിൻ വശുർബിൻ, അത് ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസങ്ങളാണ്, ആഘോഷത്തിന്റെയും ദിവസങ്ങളാണെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ യൗമു അറഫയും യൗമു ജുമുഅയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മളുടെ ആഘോഷ ദിവസമാണ്, ഈദാണ് എന്ന് പറഞ്ഞത് വീണ്ടും കാണാം. ഇനി മൂന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ ദിവസമാണത്. ഫഹുവൽ യൗമുൽ മശ്ഹൂദ് ഫീ ഖൗലിഹി തആല വശാഹിദിൻ വമശ്ഹൂദ്. സൂറത്തുൽ ബുറൂജിലെ ഷാഹിദിൻ വമശ്ഹൂദ് എന്ന് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞതിലെ മശ്ഹൂദ് എന്ന് പറയുന്നത് യൗമു അറഫയാണ്. ഷാഹിദ് എന്ന് പറഞ്ഞത് യൗമുൽ ജുമുഅയാണ്. നിസ്സാരമായി കാണണ്ട വെള്ളിയാഴ്ച ദിവസത്തെ, അന്ന് വരുന്നതും പോകുന്നതും ചടങ്ങായി കാണണ്ട. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഒരു ദിവസത്തിലാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത് നാം ഓർക്കുക. അതുപോലെ തന്നെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു വശഫ്ഇ വൽ വത്ർ. സൂറത്തുൽ ഫജ്റിലെ ആ വത്ർ എന്ന് പറഞ്ഞത് അറഫാ ദിവസമാണ് എന്നാണ്. ഇങ്ങനെ അറഫാ ദിവസത്തെ കുറിച്ച് കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറഫയുടെ ശ്രേഷ്ഠതയായി പറയുന്നു. നാലാമത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് 6 ശ്രേഷ്ഠതകളാണുള്ളത്. ഞാൻ 4 പറഞ്ഞത് തെറ്റാണ്, 6 എണ്ണമാണ്. നാലാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആ അറഫാ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് 2 വർഷങ്ങളിലെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് എന്നാണ്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഇല അൻ സൗമി യൗമി അറഫ. അറഫാ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത. 5ാമത്തെ ശ്രേഷ്ഠത നമുക്ക് കാണാൻ കഴിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളോട് കരാറ് വാങ്ങിയ ദിവസമാണ് അറഫാ ദിവസം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുകയും നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആലമുൽ അർവാഹിൽ. അത് സമ്മതിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് സൂറത്ത് അഹ്റാഫിലെ 172ാമത്തെ വചനം വ്യക്തമാക്കുന്നുണ്ടത്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വശഹിദ്നാ അലാ അൻഫുസിഹിം. എന്താണ് ചോദ്യം? അലസ്തു ബിറബ്ബിക്കും. അല്ലാഹു ചോദിച്ചതാ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലു, നമ്മളെല്ലാവരും പറഞ്ഞു, എന്ത്? ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷിയാണ്, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന്. ആ റബ്ബാണെന്ന് അംഗീകരിച്ച് വന്നവരിൽ ആ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് മുസ്ലിമും മൂമിനുമാവുക. അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചെയ്ത ഈ കരാർ ലംഘിക്കലാണ്. അവിടെയും മുസ്ലിമിന് അഭിമാനിക്കാം, മുഅ്മിൻ അഭിമാനിക്കാം. എന്തേ? അള്ളാഹുവിനോടുള്ള കരാറ് പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നോട്. അങ്ങനെയുള്ള ഒരു ദിവസമാണിത്. അടുത്തത് ഇന്നഹു യൗമു മഗ്ഫിറത്തി ദുനൂബ്, പാപങ്ങളൊക്കെ പൊറുക്കുന്ന ദിവസം, നരകത്തിൽ നിന്ന് വിമോചനമുള്ള ദിവസം. അള്ളാഹു ഈ ദിവസത്തെ കുറിച്ച് ഈ അറഫയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ആകാശത്തുള്ള മലക്കുകളോട് അഭിമാനപൂർവം സംസാരിക്കുന്ന ദിവസം. 6 സവിശേഷതകളുള്ള ദിവസമാണ് അറഫ ദിവസം. നിസ്സാരമായി നമ്മൾ കാണരുത്. ഹജ്ജിന് പോകുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്, പാപത്തിൽ നിന്ന് മോചനം നൽകുന്നു. അറഫാ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറൊരു ദിവസവും നരക വിമോചനം ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എത്രയോ വചനങ്ങൾ നമുക്ക് കാണാം. അതുപോലെ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് അടുത്തു വരും. എന്നിട്ട് മലക്കുകളോട് അഭിമാനപൂർവ്വം ചോദിക്കും, മാ അറാദ ഹഉലാ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മലക്കുകളെ സാക്ഷിയാക്കുകയാണ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അല്ലാഹുക്ക് അറിയാം, പാപമോചനമാണ്. അത് അല്ലാഹു അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് മലക്കുകളോട്.
തന്നെയുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും അത്രേ, ഉൻദുറൂ ഇലാ ഇബാദി, നോക്കൂ എന്റെ ദാസന്മാരിലേക്ക്, അതൗനി ശുഅസൻ ഉബ്റ, അവരിതാ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, ക്ഷീണിച്ച് പൊടി പിടിച്ച് മുടിയൊക്കെ ജട പിടിച്ച് ഇതാ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, നോക്കൂ നിങ്ങൾ എന്റെ ദാസന്മാരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനപൂർവ്വം പറയുന്ന ദിവസം, ഇങ്ങനെ ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അറഫ ദിവസം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് ആദ്യത്തെ 10 ശ്രേഷ്ഠത ഇനി നമ്മൾ വിവരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നാം ആലോചിച്ചു നോക്കുക, ആർജിക്കുക, നേടിയെടുക്കുക. ഇതിന്റെ സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മാസത്തിന്റെയും അതുപോലെ തന്നെ അറഫയുടെയും ഒക്കെ ശ്രേഷ്ഠത നേടിയെടുത്തുകൊണ്ട് ഏറ്റവും നല്ല സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളുമായി തീരാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മളുടെ കൊച്ചിയിലുള്ള ഒരു ആദർശ സുഹൃത്തിന്റെ 4 വയസ്സുള്ള ഒരു മകൾ ചെറിയ മഞ്ഞപ്പിത്തം വന്നതാണ്. അവസാനം കരള് മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക്. 4 വയസ്സുള്ള കുഞ്ഞാണ് കേട്ടോ, പെൺകുഞ്ഞ്. സ്വന്തം ഉമ്മ തന്നെ ആ കരള് പകുത്തു കൊടുത്തു. നമ്മളൊക്കെ സാധാരണയായി നമ്മൾ പറയാറുണ്ട്, ഉമ്മമാർ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് ഉമ്മാന്റെ കരളെ എന്ന് വിളിക്കാറില്ലേ സാധാരണ? അതൊരു വിളിയാണ്. ഇതോ എന്ത് വിളിയായിരിക്കും? കരളങ്ങോട്ട് കൊടുത്തിരിക്കുക. പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് ആ കരള് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മിടുക്കിയായി വളർന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കുഞ്ഞിന് വേണ്ടി തന്റെ സ്വന്തം കരള് പകുത്തു കൊടുത്ത ആ മാതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുകയും പൂർണ്ണ ആരോഗ്യവതിയായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മഴ, നമ്മൾ ചൂട് കൊണ്ട് കുടുങ്ങിയിട്ട് ഒരു മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ മഴ ശക്തിയായിട്ട് ബേജാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു ബേജാറിന്റെയും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുന്ന ഈ അനുഗ്രഹം അത് നാം ആവോളം ആസ്വദിക്കുക. നമുക്ക് ദോഷകരമാകാതിരിക്കാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ മൂലം സംഭവിക്കാവുന്ന എല്ലാ കെടുതികളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായി നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ കാരണം, ഓരോ വർഷം കഴിയുന്തോറും ഓരോ വർഷകാലം പിന്നിടുമ്പോഴും ഓരോ ദുരന്തങ്ങൾ കേട്ട് ആ ദുരന്തങ്ങളിൽ നിന്ന് ഞെട്ടല് മാറാത്ത അവസ്ഥയിൽ അടുത്തത് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മഴ മൂലമുണ്ടാകാവുന്ന രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നടന്നിട്ട് എഴുന്നേൽക്കാൻ പോലും നിർവാഹമില്ലാതെ ശയ്യാവലംബികളായി കഴിച്ചു കൂട്ടുന്ന നമ്മൾ അറിയുന്ന പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്തും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.